MG സർവകലാശാല സിൻഡിക്കേറ്റിൽ നിന്ന് CPI പ്രതിനിധികളെ ഒഴിവാക്കി. കഴിഞ്ഞ ദിവസത്തെ പുനഃസംഘടനയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. സിൻഡിക്കേറ്റിലെ CPI പ്രാതിനിധ്യം CPIM ഏറ്റെടുത്തു. വിഷയത്തിൽ CPI കോട്ടയം ജില്ലാ കമ്മിറ്റി LDF നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാല സിൻഡിക്കേറ്റിൽ CPIക്കുണ്ടായിരുന്ന പ്രാതിനിധ്യമാണ് കഴിഞ്ഞ ദിവസത്തെ പുനഃസംഘടനയിൽ മാറ്റിയത്. കേരള കോൺഗ്രസ് M പ്രതിനിധിയായ ഡോക്ടർ ബാബു മൈക്കിളിനെ സിൻഡിക്കേറ്റിൽ നിലനിർത്തിയാണ് CPI പ്രതിനിധി ഒഴിവാക്കിയത്. ഇതോടെ MG സർവകലാശാല സിൻഡിക്കേറ്റിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് CPIക്ക് പ്രതിനിധിയില്ലാതായി. 9 വർഷമായി CPIക്കുണ്ടായിരുന്ന പ്രാതിനിധ്യമാണ് ഏകപക്ഷീയമായി CPIM ഏറ്റെടുത്തത്. 8 പേരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് സിൻഡിക്കേറ്റിലുള്ളത്. നിലവിൽ 7 പേർ CPIM പ്രതിനിധികളും ഒരാൾ കേരള കോൺഗ്രസ് പ്രതിനിധിയുമാണ്. പ്രിൻസിപ്പൽമാരുടെ വിഭാഗത്തിലും അധ്യാപകരുടെ വിഭാഗത്തിലുമാണ് CPIക്ക് പ്രാതിനിധ്യം നൽകിയത്. ജനറൽ വിഭാഗത്തിൽ സീറ്റ് കിട്ടാത്തതോടെ ഈ 2 വിഭാഗത്തിലേക്കും CPI പ്രതിനിധികളെ നൽകിയിട്ടില്ല. യാതൊരു ചർച്ചയും കൂടാതെയാണ് CPIM പുനഃസംഘടനാ തീരുമാനമെടുത്തതെന്നാണ് CPIയുടെ ആക്ഷേപം. മുന്നണിയിലെ 2ാം കക്ഷിയായിട്ട് പോലും കേരള കോൺഗ്രസിന് ലഭിക്കുന്ന പ്രാധാന്യം കിട്ടുന്നില്ലെന്നാണ് പരാതി. നിലവിൽ വിഷയത്തിൽ CPI കോട്ടയം ജില്ലാ കമ്മിറ്റി LDF നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കോട്ടയം.